ആ വീഡിയോ അത് ഫേക്ക് ആയിട്ടും അതല്ലെന്ന് പറയാനായിട്ട് എനിക്ക് ഒറ്റ ആൾക്കാരുണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ് എന്ന് പറയാനും റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും ഒന്ന് വിളിച്ചു ചോദിക്കാനാണേലും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിന്നെ മനസ്സിലാക്കാൻ ആരും ഇല്ലായിരുന്നു. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപർണ എന്ന് പറഞ്ഞ അപ്പൂസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരിയുടെ മുന്നേ ലീക്ക് ആയിട്ടുള്ള മറ്റേ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയ ടൈമിനകത്ത് പുള്ളിക്കാരി അനുഭവിച്ച കാര്യങ്ങളും അപ്പൊ അതിനെ തുടർന്നിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടത്. അപ്പൊ പുള്ളിക്കാരിയുടെ ആ ഇന്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു വീഡിയോ ഇട്ടത്. ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഞാൻ അധികം ശ്രദ്ധിക്കാണ്ട് പോയൊരു വിഷയം, ഞാൻ ഇന്ന് കായികയുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അത് കാണാനായിട്ട്, അതായത് ഈ ഒരു പുള്ളിക്കാരി, ഈ അപർണ എന്ന് പറഞ്ഞ അപ്പൂസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഇതിന് മുന്നേ ഉണ്ടായ റിലേഷൻ എങ്ങനെയാണ് ബ്രേക്കപ്പ് ആയത്, അതിനുള്ള കാരണങ്ങൾ എന്താണ്. കാര്യം ഞാൻ ഇന്നലെ ഇട്ട വീഡിയോനകത്ത് ഞാൻ ഒരുപാട് അങ്ങനെ ഈ പുള്ളിക്കാരനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് അതൊരു മാടപ്രാവാണെന്നുള്ള രീതിക്കായിപ്പോയി ഞാൻ സംസാരിച്ചത്. അപ്പൊ ആ ഒരു സൈഡും കൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം. അതായത് നമുക്ക് ആദ്യം തന്നെ ആ വീഡിയോന്റെ, അതായത് ഇന്നലത്തെ ഇന്റർവ്യൂവിന്റെ കുറച്ച് പോർഷൻസ് ഒന്ന് കാണാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കാണാം. അപ്പൊ നമുക്ക് അത് ആദ്യം ഒന്ന് കണ്ടുനോക്കാം. ഇങ്ങനൊരു വീഡിയോ ഇറങ്ങിയ സമയത്ത്, ഈ ഒരു ന്യൂഡ് വീഡിയോ ഇറങ്ങിയ സമയത്ത് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ? ആരും ഇല്ലായിരുന്നു. ശരിക്കും ആ ഒരു കഥ എന്തോന്ന് പങ്കുവെക്കാം നമ്മളോട്. ഇത് വരുന്ന തന്നെ ഒരു ബ്രേക്കപ്പിന്റെ ഒരു ശേഷമാണ്. അതിപ്പം ആ വീഡിയോ അത് ഫേക്ക് ആയിട്ടും അതല്ലെന്ന് പറയാനായിട്ട് എനിക്ക് ഒറ്റ ആൾക്കാരുണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ് എന്ന് പറയാനും റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും ഒന്ന് വിളിച്ചു ചോദിക്കാനാണേലും ആരും ഉണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിൽ നമ്മൾ മനസ്സിലാക്കും നമുക്ക് നമ്മളെ ഉള്ളൂ. പക്ഷെ ഞാൻ അറിയാൻ സാധിച്ചത്, ഈ ഒരു വീഡിയോയ്ക്ക് മുമ്പേ അപ്പൂസ് ഫ്രണ്ട്സുകൾക്കിടെ ഭയങ്കര ജീവനായിരുന്നു. അപ്പൂസിനെ വിളിച്ച് അപ്പൂസ് എന്തിനു ഓടിപ്പോന്നു, അപ്പൂസ് 10 പേർക്കാണ് ഒരു കളവായിരുന്നു അല്ലേ. പക്ഷെ നമ്മുടെ ഒരു വീഡിയോ ഇറങ്ങിയപ്പം നമ്മുടെ ഒരു തെറ്റല്ലെന്ന് പറഞ്ഞപ്പം പോലും ചൂണ്ടിക്കാണിക്കാനോ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് അമ്മൂസിന്റെ ആ ഒരു വീഡിയോ. അപ്പൊ അതിനകത്ത് അമ്മൂസ് പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂസിന് ആരും ഉണ്ടായില്ല ആ ഒരു ടൈമിനകത്ത് ഈ ഒരു വീഡിയോ ഇറങ്ങിയപ്പോഴത്തേക്ക്. അപ്പൊ ഇന്നലെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, ഓ ഭയങ്കര പാവം തന്നെ എന്നൊക്കെ എനിക്ക് തോന്നി, ശരിക്കും എനിക്ക് തോന്നിയതാണ്. പക്ഷെ ഈ ഒരു സൈഡ്, അതായത് ഈ അമ്മൂസ് എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയത്, ഈ ക്രൗഡ് കിഡോ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനായിട്ടാണ് പുള്ളിക്കാരി നേരത്തെ റിലേഷനകത്ത് ഉണ്ടായത്. അപ്പൊ ഈ ഒരു സംഭവം ബ്രേക്കപ്പ് ആയ ടൈമിനകത്ത് ഇവർ തമ്മിലുള്ള ഒരു കോൺഫറൻസ് കോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. അത് കണ്ടുനോക്കി കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ വേറൊരു സൈഡും കൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് അതും കൂടെ കണ്ടു. എല്ലാം നമ്മളിവിടെ ഇറങ്ങി. നീ അവനെ കിസ് ചെയ്തുകൊണ്ട് കാണുന്ന എല്ലാം നമ്മളിവിടെ ഇറങ്ങി. ആ സാറായിട്ട് തന്നെ ആയിരുന്നു. ബാംഗ്ലൂർ നീ ഏത് റൂമിലാണ് പോയത്? റൂമിൽ പോയ ഫോട്ടോ ഇവിടെ ഉണ്ട്. മണിപ്പൂറുള്ള റോബോട്ട് ആയിട്ട് തന്നെ ആയിരുന്നു. എന്നതോ പറയടി. സാറായിട്ട് തന്നെ ആയിരുന്നു. അയ്യോ വിഷ്ണുവായിട്ട് തന്നെ ആയിരുന്നു. അയ്യോ ദേ വിഷ്ണുവിനെ വിളിച്ച് വിഷ്ണുവിന്റെ റെക്കോർഡ് മൊത്തം എൻ്റെ ഉണ്ട്. വിഷ്ണുവായിട്ട് ഫ്രണ്ട് അടിച്ച എല്ലാം അവൻ തന്നെ പറഞ്ഞു കേട്ടല്ലോ. നീ കൂടുതൽ നീ ഊമ്പിക്കല്ലേ കേട്ടോ. ഊമ്പിച്ചതോളം മതി. നിന്റെ ബാംഗ്ലൂർ പഠിപ്പ് നാളെ തൊട്ട് അവസാനിക്കുക കേട്ടല്ലോ. അതിനുള്ള തെളിവൊക്കെ ആയിട്ട് ഞാൻ നിന്റെ പപ്പയുടെ അങ്ങോട്ടാണ് പോകുന്നത്. അമ്മയോടും എന്ത് കാര്യമില്ല. അമ്മയ്ക്കൊക്കെ ഇത് പുത്തരി ആയിരിക്കും. കേട്ട് അതിരമ്പുഴ ആരായിരുന്നടാ? അതിരമ്പുഴ ആരായിരുന്നടി? ആ എന്തോ ഇതാണെന്ന് പറഞ്ഞു. അതിനായിരുന്നടി അതിരമ്പുഴയുള്ള ബാംഗ്ലൂരുള്ള റൂമിൽ പോയത്. പറ. അയ്യോ ഫോട്ടോ കാണണോ നിനക്ക്? എന്റെ പപ്പനെ കാണിക്കാൻ വേണ്ടി എല്ലാ സാധനവും വെച്ചിട്ടുണ്ട്. നീ പറയടി, വാ തുറന്ന് പറ. അപ്പൂസേ എന്താ നിനക്ക് പറ്റിയ? എന്താ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഇവൻ എന്നെ ദ്രോഹിക്കുവാ. എടി നീ വെടിയാണോ? വെടി കരവെടി. ഞാൻ ഈ വെടീനൊക്കെ ആണല്ലോ നോക്കിയെന്ന് ഓർത്ത നടന്ന് കളിക്കുന്നു. എല്ലാ അപ്പൂസ് സാറായിട്ട് എന്തായിരുന്നു? എന്നെ അങ്ങനെ വെറുതെ വിടത്തില്ല കേട്ടോ. അപ്പൂസ് എന്തെങ്കിലും തുറന്നു പറയല്ലെങ്കിൽ ഉള്ളതായിരുന്നാ? ഒരു ബന്ധവുമില്ല എന്റെ പൊന്നേടി. നീ ഇങ്ങനെ പറയില്ലേ? എല്ലാവർക്കും അറിയാലോ. ഈ വിഷ്ണുവായിട്ടുള്ള എല്ലാവർക്കും അറിയായിരുന്നല്ലോ. കോളേജ് മൊത്തമായിട്ട് 8 നവംബറിൽ തുടങ്ങിയല്ലേ നീ? നവംബർ 14 അല്ലേ? അങ്ങനെ കണ്ട്. അയ്യോടാ, നീ അവനെ ഉമ്മ വെച്ചോ? കിസ് ചെയ്തോ? ഫ്രണ്ട് അടിച്ചിട്ടുണ്ടോ? അവന് തന്നെ എണ്ണമില്ലെന്ന് അവൻ പറഞ്ഞു. കണക്കില്ലെന്ന്. ആതിര ഫോണെ സേവ് ചെയ്തിരുന്നത്. ആതിര അവന്മാരും എല്ലാവരും പറയുന്ന ആതിര. എല്ലാം ഊമ്പി നിന്റെ എല്ലാ കള്ളക്കളയും പിടിച്ചിവിടെ. നീ സത്യം പറയടി, നീ ബാംഗ്ലൂർ ആരായിരുന്നു? മറ്റേ അതിരമ്പുഴ ആരായിരുന്നു റൂമിൽ പോയത്?
എടി നീ പോയില്ലേ? എടി ഫോട്ടോ നിനക്ക് കാണണോ? ഫോട്ടോ നിന്റെ പപ്പനെ ഞാൻ നാളെ കാണിക്കുന്നത്. നീയും കൂടെ വന്ന് നിന്നുണ്ടാവും. ഫോട്ടോ കാണണോ നിനക്ക്? ഫോട്ടോ കാണണോ? ഞാൻ ആരുടെയും കൂടെ ഗോപിലൊന്നും പോയിട്ടൊന്നുമില്ല. നിങ്ങൾ എന്നെ ചുമ്മാ അനാവശ്യമൊക്കെ പറയുന്നേ. ഞങ്ങനാവശ്യമാണ് പറയണ. വിഷ്ണുവായിട്ട് നീ അടിച്ചിട്ടൊന്നുമില്ല. കിസടിച്ചിട്ടില്ലേ? ഇല്ല. പറയടി, പാവത്തിൽ പിടിക്കാം. അല്ലെങ്കിൽ ഇപ്പം കയറി വരും അങ്ങോട്ട്. ഞങ്ങൾ ഏറ്റുമാനുണ്ട്. തെളിവായിട്ടുണ്ട്. ഇപ്പൊ ഈ നൈറ്റ് വന്നു കഴിഞ്ഞാൽ വെറുതെ കലാപമാകത്തുള്ളൂ. അത് ഓർത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാ ചെയ്യണമെന്ന് ഓർത്ത്. തെളിവ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം. അപ്പൂസ് തുറന്നു പറ. ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞു. കിസ് അടിച്ചിട്ടുണ്ട്. ആ, എത്ര വട്ടം? 2 തവണ വല്ലതും കൊടുത്തു. അയ്യോ, കൊടുത്ത് കാണൂ. അവൻ കണക്കില്ലെന്നുള്ള പറഞ്ഞേ. ആ, എത്ര മാസം? 8 മാസം. എന്റെ പൂസേ 8 മാസം. നിനക്കൊരു നാണോ ഉളുപ്പില്ല. പറയാം, ഇപ്പൊ നീ ഉള്ള കാര്യം പറഞ്ഞു വരുവാണെങ്കിൽ ഞങ്ങള് പോസ്റ്റ് ഇടാൻ വേണ്ടി ഇരിക്കും. എല്ലാ സാധനവും വിച്ചുനെ, അപ്പൂനെ, മറ്റേ റോബോട്ടോ എല്ലാം ബ്ലറാക്കിയിട്ട് സാധനം ഇടാൻ വേണ്ടി ഇരിക്കുക. പിന്നെ ബാംഗ്ലൂർ റൂമിലെ ഫോട്ടോ എല്ലാം കറക്റ്റ് കാര്യം ഇവിടെ പറയുവാണെങ്കിൽ എനിക്ക് അറിയത്തില്ല. റിദിനായിട്ട് എന്തായിരുന്നു? റിതിനായിട്ട് റിദിനറിയില്ലേ? ഈ പാലക്കാട് മെസ്സേജ് അയച്ചിട്ടുള്ളത് എനിക്കറിയത്തില്ല. അയ്യോടാ, ഫോട്ടോ അടക്കം ഉണ്ടല്ലോ അപ്പൂസിന്റെ. ഒരു ഫോട്ടോ അയച്ചു കൊടുത്തായിരുന്നോ അപ്പൂസ്? പറ. ഇപ്പൊ അവൻ ആർമിയിലാ. ചോദിച്ചു എന്ത് കേസുള്ളത്? ബോക്സ് കളിയുടെ അതും കളിയാ? ഓക്കെ, ഇതിപ്പോ എത്ര പേരുണ്ടെന്നാണ് എൻ്റെ ഒരു ചോദ്യം. കാര്യം കണക്കില്ലാത്ത വിധത്തിൽ ആദ്യം ഒരാള്, പിന്നെ 2 പിന്നെ സാറ്. എന്റെ പൊന്നോ. അപ്പൊ ഇത്രയൊക്കെ, അതായത് ഒരുത്തനായിട്ട് റിലേഷനകത്ത് ഇരിക്കുക. ഇപ്പൊ ഈ ക്രൗഡ് കിഡോ എന്ന് പറഞ്ഞ പുള്ളിയായിട്ട് ഈ അപ്പൂസ് റിലേഷനകത്ത് ഇരിക്കുക തന്നെ ഇത്രം പേരായിട്ട് വേറെ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കണ്ടായി. അപ്പൊ ഇങ്ങനെ ഒരുത്തനിട്ടും നല്ലൊരു 8ന്റെ മറ്റേ പരിപാടി കാണിച്ച ഈ ഒരു ഇവളാണ് ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പൊ കരഞ്ഞ് വിളിച്ച്, അതായത് ഞാൻ ആ സമയത്ത് ഈ ഇതിൽ കൂടെ ഇങ്ങനെ കടന്നു പോയത് ചിലപ്പോൾ ആയിരിക്കാം. കാര്യം ഈ ഒരു പയ്യൻ ചെയ്തത് ഒരിക്കലും ഒരു നല്ല കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇവര് റിലേഷനകത്ത് ഇരുന്ന സമയത്ത് ഇത് മോർഫഡ് ആണെന്നൊക്കെ ഇപ്പൊ പറയണത് പോലെ ഉള്ളതാണെന്ന് പോലും എനിക്ക് സംശയമാണ്. കാര്യം ഇവര് തമ്മിൽ ഇത്രയും പ്രശ്നങ്ങളായപ്പോൾ ചിലപ്പോൾ ഇവര് റിലേഷനകത്ത് ഇരുന്നപ്പോൾ എടുത്ത് പുറത്ത് വിട്ടതും ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ ആ ഒരു സാധനമൊക്കെ ഇപ്പൊ ഇവിടെ വന്നിരുന്നിട്ട് ഇത്രയും ന്യായീകരിച്ച് ചുമ്മാ ഒരു ബ്രേക്കപ്പ് ആയി എന്നും പറഞ്ഞിട്ട് അവനിത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അത്രയും ന്യായീകരിക്കേണ്ട ആവശ്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇമാതിരി പണിയാണ് അവന് കൊടുത്തത്. അപ്പൊ ആരും ഇതിനകത്ത് ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയണമെന്നില്ല. എല്ലാവരുടെ ഭാഗത്തും നല്ല ഒന്നാമത്തെ ഇതുണ്ട്. മെയിനായിട്ട് എനിക്കിപ്പോ ഈ പുള്ളിക്കാരിയുടെ ഭാഗത്താണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരുത്തന്റെ റിലേഷനകത്ത് ഇരിക്കുക, അവൻ അത്രത്തോളം സ്നേഹിച്ചിട്ട് ഇമാതിരി പരിപാടി കാണിച്ച ഇവളെയൊക്കെ ഞാൻ ഒന്ന് പറയല. അപ്പൊ എന്താണ് നമുക്കിനി ഇന്റർവ്യൂവിനെ കുറച്ച് പോർഷനും കൂടെ നമുക്കൊന്ന് കണ്ടുപോകാൻ, എന്നിട്ട് നമുക്ക് നിർത്താം. ഇന്ന് നീ എന്റെ മുന്നിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നീ നിന്റെ ലൈഫിലെടുത്തൊരു തീരുമാനമാണ്. തെറ്റ് ചെയ്തെങ്കിൽ നീ ഇന്ന് ജീവനോട് ഇരിക്കുമോ? പറ. പക്ഷെ നിന്നെ മനസ്സിലാക്കാൻ ആരുമില്ലായിരുന്നു. ഇന്ന് നിന്നെ മനസ്സിലാക്കാൻ ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് അപ്പൂസിനോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ജീവിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയല്ലേ അപ്പൂസ്. എന്താ ജീവിതം കൊണ്ട് പഠിച്ചത്? പറ. ജീവിതം തന്ന ഏറ്റവും വലിയ പാഠം എന്തോ അപ്പൂസിന്റെ ജീവിതത്തെ? നമുക്കൊരു വിജയം വരുമ്പോഴത്തേക്കും കൂടെ നിൽക്കാൻ എല്ലാവരും കാണും. എല്ലാരും മീൻസ് റിലേറ്റീവ്സ്, നമ്മളെ വിളിച്ച് തിരക്കാനായിട്ട് ആൾക്കാർ ഒത്തിരി പേര് കാണും. നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും, ബാഡായിട്ടൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ കൂടെ ആരും എങ്ങനെ ആൾക്കാരുടെ കൂടെ നിൽക്കും. കാര്യം ഇമാതിരി സ്വഭാവമൊക്കെ വെച്ചിട്ടാണ് ബാക്കിയുള്ളവരുടെ കൂടെ നിന്നേച്ചെങ്കിൽ പിന്നെ അവർ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നല്ല. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക്, ഇപ്പൊ ആ ഇന്റർവ്യൂ കാണുമ്പോഴത്തേക്ക് നല്ല കോമഡി ആയിട്ടും എനിക്കിപ്പോ തോന്നുന്നുണ്ട്. അപ്പൊ എന്താണെന്നൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പറയണത് ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ.